ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഡെപ്പോസിറ്റ് സ്ലിപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാന്നാണ്. അപ്പൊ ഈ ഡെപ്പോസിറ്റ് സ്ലിപ്പിനെ നമ്മൾ കുറെ പേരിൽ അറിയപ്പെടുന്നത്. ഈ ഡെപ്പോസിറ്റ് സ്ലിപ്പ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഡെപ്പോസിറ്റ് സ്ലിപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ പെയിൻ സ്ലിപ്പ് എന്ന് പറയും. അപ്പോൾ ക്രെഡിറ്റ് സ്ലിപ്പ് എന്ന് പറയും. അപ്പോൾ ഇതില് നമ്മ ഇനി പറയുന്നത് പണം അടക്കുന്ന സ്ലിപ്പ് എന്നാണ്. ഇതെങ്ങനെ ഫില്ല് ചെയ്യാന്നാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇതിന്റെ ഫില്ല് ചെയ്യുന്നത് ഇവിടെ ഡേറ്റ് ഉണ്ട്. ഡേറ്റ് അപ്പൊ ഏത് ദിവസം ഡേറ്റ് നമ്മൾ ചെയ്യുന്നു ആ ദിവസത്തെ ഡേറ്റ് എഴുതുക. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മളെ SB നമ്പർ ഉണ്ട്, നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ഫില്ല് ചെയ്യുക. ഈ കള്ളിയിൽ വലിയൊരു കളി ഉണ്ടല്ലേ, ഈ ഫസ്റ്റ് വലിയ കളി, ആ വലിയ കളിയിൽ നമ്മളെ അക്കൗണ്ട് നമ്പർ എല്ലാം എഴുതാം. എന്നിട്ട് ഇവിടെ നെയിം എന്ന് പറയുന്നുണ്ട്. നെയിം എന്ന് പറഞ്ഞ പേരാണ്. നമ്മളുടെ പേര് ഇവിടെ താഴെ എഴുതാം. എന്നിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ എഴുതാം. മൊബൈൽ നമ്പർ ഇവിടെ താഴെ എഴുതാം. എന്നിട്ട് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര പണം അടുക്കുന്നു ആ പണത്തിന്റെ സംഖ്യ ഇവിടെ എഴുതാം. വേർഡ്സിൽ ഇപ്പുറത്ത് എഴുതാം, റുപ്പീസ് ഇൻ വേർഡ്സ്. അപ്പൊ ആ തുക അക്ഷരത്തില്. അപ്പോൾ ആ തുക അക്ഷരത്തില് റുപ്പീസ് ഇൻ വേർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മള് എത്ര പണം അടിച്ചു. ഇപ്പൊ 500 500 രൂപ അടിച്ചാല് 500 എന്ന് വേർഡ്സിൽ എഴുതാം. അതുപോലെ തന്നെ ഇവിടെ അക്കത്തിൽ എഴുതാം 500 എന്ന്. അന്നേരം നമ്മളിവിടെ ടോട്ടൽ എഴുതിയിട്ട് എത്ര എമൗണ്ട് എന്ന് താഴെ തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ ഇവിടെ താഴെ കൊടുക്കാം. പിന്നെ അത് ഇപ്പുറത്ത് നമ്മളിവിടെ 200 ഇങ്ങനെ സംഖ്യന്റെ കാണിക്കുന്നുണ്ട്. ഇവിടെ സംഖ്യന്റെ കാണിക്കുന്നുണ്ട്. 200 500 100 10 50 20 എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇഞ്ചൂന്ന് ഇപ്പുറത്ത് ഇട്ടത് 200 എന്റെ ഇപ്പുറത്ത് 2000 200 എന്റെ ഇപ്പുറത്ത് പേസ് ഉണ്ട്, കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ അടുത്ത് നമ്മൾ എത്ര എമൗണ്ട് എന്ന് എഴുതാം. ഈ 200 ഇൻറ്റു 5 അപ്പൊ 2500. സോറി, 500 ഇൻറ്റു 5 അപ്പൊ 2500. അപ്പൊ 500 ഇൻറ്റു 5 എഴുതിട്ട് 5 ഇട്ടാല് 2500. അപ്പൊ ഇപ്പുറത്ത് 5000 2500 എന്ന് എഴുതാം. ഇവിടെ 500 ഇൻറ്റു 5 ഇപ്പുറത്ത് 2500 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ഈ ഇപ്പുറത്തെ ഭാഗത്ത് ഫുള്ള് ടോട്ടൽ ചെയ്തിട്ട് എമൗണ്ട് ടോട്ടൽ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഇതിന്റെ ഇപ്പുറത്തൊരു മാർക്ക് എഴുതാ ഭാഗമുണ്ട്. അതേപോലെ ഈ ഫില്ല് ചെയ്ത അത്ര ഭാഗം ഇവിടെ ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യുന്ന എന്തിനു പറഞ്ഞാല് ഇത് നമുക്ക് തരുന്ന സ്ലിപ്പാണ്. ഇപ്പൊ നമ്മ പണം നിക്ഷേപിച്ചാൽ അടിച്ചാൽ ആ പണം നമുക്ക് കൊടുത്തു, നമ്മൾ ഇത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഉറപ്പ് വരുത്താനാണ് ഈ പേപ്പർ സീലടിച്ച് തരുന്നത്. അപ്പൊ ഇതില് തീയതി ഇവിടെ ഉണ്ട്, തീയതി ഉണ്ട്, അവിടെ ഇന്നത്തെ ഡേറ്റ് ചെയ്ത ഇത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ടിന്റെ ഭാഗം എമൗണ്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് താഴത്തെ ഭാഗത്ത് സിഗ്നേച്ചർ എന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടില്ല, ആ ഭാഗത്ത് സിഗ്നേച്ചർ എന്നുണ്ട്. ആ സിഗ്നേച്ചറിന്റെ ഭാഗത്ത് ഇവിടെ താഴെ സിഗ്നേച്ചർ ഇടുന്ന ഒരു എഴുതിയിട്ടുണ്ട്. ആ സിഗ്നേച്ചറിന്റെ ഭാഗം എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ടോട്ടല് എമൗണ്ട് ഇവിടെ താഴെ എഴുതാം. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് സ്ലിപ്പ് പണം അടക്കുന്ന സ്ലിപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് സബ്സ്ക്രൈബ് ചെയ്ത അതുപോലെ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത അത് മനോജ് വേറെ ലെവലാണ് യൂട്യൂബ് ചാനല്. അപ്പൊ എല്ലാവരും ഈ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഓഹോ.